ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഡ്രീം ലവർ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് കടന്നു വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓവർടേക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇടതുവശം കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ റോഡിലെ വണ്ടികളുടെ തിരക്കും സാഹചര്യവും അനുസരിച്ച് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഈ കാര്യം പറയുകയാണ്. ഇടതുവശം കൂടി ഏറ്റവും കൂടുതൽ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടികൾ ടൂ വീലറാണ്. ബൈക്കുകളിൽ നിരന്തരം നമ്മൾ കാണുന്നതാണ് ഇടതുവശം കൂടെ വണ്ടികളുമായിട്ട് ചെന്നിട്ട് അപകടത്തിൽപ്പെടുന്നതും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ചിലപ്പോൾ ഫുള്ള് കട്ടിലിൽ തന്നെ അവരുടെ ജീവിതം അങ്ങ് വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് റൂൾസ് വെച്ചിട്ട് നമുക്ക് ഇടതുവശം കൂടി ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടില്ല. പിന്നെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ വലതുവശത്തേക്ക് തിരിയാൻ നിൽക്കുന്ന ഒരു വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാനായിട്ട് പകുതി ചെന്നിട്ട് സ്ഥലമുണ്ട്, അവൻ അങ്ങോട്ട് തീർച്ചയായിട്ടും പോകും എന്നുള്ള ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അയാൾ സിഗ്നൽ കാണിക്കുന്നു, കൈകൊണ്ട് കാണിക്കുന്നു നമ്മൾ പോകാൻ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് കടന്നു പോകാവുന്ന സാഹചര്യമാണ്. അപ്പോൾ വളരെയധികം കെയറായിട്ട് ഇപ്പോൾ റോഡിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. ഒരുപാട് വണ്ടികളായി നമ്മുടെ ഇപ്പോൾ റോഡുകളെല്ലാം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് വണ്ടികളുടെ തിരക്ക് മൂലം ഇടതുവശം കൂടെ ചില സാഹചര്യങ്ങളിൽ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഇടതുവശം കൂടെ പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് മാക്സിമം പറ്റുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒട്ടും കുഴപ്പങ്ങളില്ല, അപ്പുറത്തുനിന്നൊരു വണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ഒരാൾ വട്ടം ചാടത്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ബസ് ഒരെണ്ണം പോകുന്നു, ചിലപ്പോൾ മുമ്പിൽ കൂടെ ഒരാൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വണ്ടി നിർത്തി കൊടുക്കാതെ, അപ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത്. വലിയൊരു വാഹനമാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ വണ്ടികളാണ്, ഇപ്പോൾ കാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഗ്ലാസിനകത്തൂടെയെങ്കിലും കാണാം ഒരാൾ നടന്നു വരുന്നു, അല്ലെങ്കിൽ വേറൊരു വണ്ടി പാസ് ചെയ്യും. ഇതൊന്നും കാണാതെ ഇൻഡിക്കേറ്റർ ഇട്ടത് പോലും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഇടതുവശം കൊണ്ട്, ചിലപ്പോൾ ആ വണ്ടി ഇടത്തോട്ട് എടുക്കാനുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും. കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് അത് ചിലപ്പോൾ ഇങ്ങനെ വീശി എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പോലും ഇടതുവശം കൂടെ ചെന്ന് ആക്സിഡന്റിൽ പെടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു കാണും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. നമുക്ക് അതിലൊക്കെ കാണാം. ചിലപ്പോൾ നമുക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അതിലൊരുപാട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബസ് വളക്കുന്നതിനിടക്കും വലിയ ടാങ്കർ ലോറികൾ, കണ്ടെയ്നർ, അപ്പോൾ ഇതിനകത്ത് പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരിക്കലും നമ്മുടെ ഒരു പരിധി, മിററിലെ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് ആ സൈഡിൽ കൂടെ വരുന്ന വണ്ടികൾ കാണാൻ പറ്റത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഡ്രൈവർമാരെല്ലാം വലതുവശമാണ്. അപ്പോൾ നമ്മുടെ ഓവർടേക്കിങ്ങും വലതുവശമാണ്. വലതുവശം കൂടെ ഓവർടേക്ക് ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും വളരെ കെയർ ആയിട്ടിരിക്കണം. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു വണ്ടി മുമ്പിൽ ചവിട്ടി, അപ്പോൾ നമ്മൾ ഓടി വരുന്നു, പെട്ടെന്ന് നമ്മൾ വീശി ഇങ്ങനെ ചെത്തി എടുത്തുകൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീക്കന്മാർ പയ്യന്മാരൊക്കെ ബൈക്കിൽ വന്നിട്ട് പെട്ടെന്ന് വെട്ടിക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്തും ആ സൈഡിൽ കൂടെ ഒരു വണ്ടി വരാൻ പാടില്ലെന്നില്ല, അല്ലെങ്കിൽ ഒരാൾ നടന്നു വരാൻ പാടില്ലെന്നില്ല. അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ഇടിക്കാനും ആക്സിഡന്റ് ആകാനും വളരെ സാധ്യതയാണ്. പ്രത്യേകിച്ച് ടൂ വീലറിൽ പോകുന്ന ആളുകൾക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റുന്നുണ്ട്. 2 വീലേ ഉള്ളൂ, അതിന്റെ ബാലൻസ് നഷ്ടമായാൽ നമ്മൾ റോഡിൽ പതിക്കും, അല്ലേ, റോഡിൽ വീഴും. അപ്പോൾ നമുക്ക് അതിന് പരിക്കുകൾ, വണ്ടിക്കും പരിക്കുകൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ കൊണ്ട് ഇടിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പരിക്കുണ്ടാകാം, നമുക്കും ഉണ്ടാകാം. അപ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ളൊരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ കാറുകാരോടും പറയുന്നത്, ഓട്ടോക്കാരോടും പറയുന്നത്. മറ്റേത് വണ്ടിയും ആയിക്കോട്ടെ, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡും, ഇടതുവശം പാടില്ല, വലതുവശത്തോട്ട് മാറിയാൽ പോലും നമ്മൾ സൂക്ഷിച്ചു വരിക. പിന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മൾ ഒരു വണ്ടി ഓടിപ്പോകുന്നു, അതിനെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വണ്ടി എപ്പോഴും ചവിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ വേണം പോകാനായിട്ട്. അത് എപ്പോഴും ചിലപ്പോൾ ബസ്സാണെങ്കിൽ അത് കൈ കാണിച്ച്, ആരെങ്കിലും യാദൃശ്ചികമായിട്ട് കൈ കാണിച്ചാൽ അവൻ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് ചവിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ലോറി, ഇതേപോലെ എന്തൊരു സാഹചര്യം, ഒരാൾ ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പട്ടി വട്ടം ചാടി, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അവർ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൊട്ട് പുറകിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ചവിട്ടുന്ന സമയം, നമ്മുടെ അവരുടെ ബ്രേക്ക് ലൈറ്റ് കത്തുന്ന സമയം, നമ്മളുടെ എന്താ പറയുന്നത്, ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ട ഒരു സമയം പോലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും. വളരെ സൂക്ഷിക്കുക. അതേപോലെ വേറൊരു കാര്യം, ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൂൾസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ബുക്ക്, അതിനെ കുറിച്ചുള്ള
ലേണേഴ്സ് ബുക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരു സമയത്ത് ഒരു വണ്ടിയെ മാത്രം ഓവർടേക്ക് ചെയ്യാൻ പറയുന്നുള്ളൂ. തുടർച്ചയായിട്ട് 2-3 വണ്ടികളെ കയറി പോരെന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. അവിടുന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത കുറേ കാരണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഡബിൾ ട്രാക്കിലാണെങ്കിൽ പോലും നമ്മൾ റൈറ്റ് സൈഡിൽ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തുനിന്നൊരു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും കയറി വരുന്നത്. അത് ചിലപ്പോൾ സൂക്ഷിക്കുക. അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വണ്ടികളൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് പോകാറുണ്ട് അല്ലേ? ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്ന സമയം അതിന് പറയുന്നൊരു സമയമുണ്ട്. ആ സമയം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഉടനെ അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഡിക്കേറ്റർ ഇടുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാത്ത പെട്ടെന്ന് ചവിട്ടേണ്ട ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ഇച്ചിരി മുമ്പോട്ട് സ്ലോ ആക്കി സൈഡാക്കി ഇങ്ങനെ ചരിച്ചു പോകുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ പുറകെ വരുന്ന വണ്ടിക്കാർക്കും അത് മനസ്സിലാക്കി അവർക്ക് മാറിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മളെ കൊണ്ടൊരു അപകടം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ പോകാനാണെങ്കിൽ കൂടി ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഒരു 2-3 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കുക. 2-3 സെക്കൻഡ് കാര്യമില്ല, ഒരു 5-10 സെക്കൻഡെങ്കിലും നോക്കിയിട്ട് പുറകിൽ വേറെ വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കയറി പോവുക. ഇപ്പോൾ റോഡുകളിലെല്ലാം കാണാം, ഇൻഡിക്കേറ്റർ ഇടുക പോവുക. ക്രോസ് ചെയ്യുന്ന പോലും പെട്ടെന്നാണ്. യു ടേൺ ഒക്കെ ഇൻഡിക്കേറ്റർ ഇടുക, ചിലപ്പോൾ വളച്ചതിന് ശേഷമായിരിക്കും ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓവർടേക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, അപകടങ്ങളൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ റോഡ് അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളത് കുറച്ച്, ഇപ്പോൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുമോയെന്ന് അറിയില്ല, എന്നാൽ പോലും ചിലപ്പോൾ ഒരുപാട് പേര് വിചാരിച്ചാൽ ആ കാര്യം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. പൂർണ്ണമായിട്ടും അപകടങ്ങൾ കുറയത്തില്ല ഒരിക്കലും, എന്നാൽ പോലും വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, ആക്സിഡന്റുകളിൽ ഒരുപാട് പേർക്ക് അപകടം പറ്റുന്നുണ്ട്. അതിൽ കൂടുതലും പേര് നടക്കുന്ന ആളുകളും അതേപോലെ ബൈക്കിലൊക്കെ പോകുന്നവർക്കാണ് കൂടുതലും പരിക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർ ആയിട്ടിരിക്കുക, കെയർ ആയിട്ട് യാത്ര ചെയ്യുക. ഞാൻ പറഞ്ഞു വന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് എങ്ങനെ കുറച്ച് അപകടങ്ങൾ കുറക്കാം എന്ന് നിങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കടന്നു വരുന്നതാണ്. ബൈ.